ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം, ഇത് മാരുതി സുസുക്കി ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പറിൻ്റെ ലിവർ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വണ്ടിക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൈപ്പറിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ വൈപ്പർ കൺട്രോളിൻ്റെ ആം വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ആമാണ് വരുന്നത്. ഹെഡ്ലൈറ്റ്, പാർക്ക്, ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ ഇതിൻ്റെ ആമാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഇതിൻ്റെ ആം വരുന്നത് വൈപ്പറിൻ്റെ ആണ്. ഈ ചിഹ്നം തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോയി. അതായത് ഇതിനുള്ളിൽ നിന്ന് ഇത് ഒടിഞ്ഞു പോയി. അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുകയാണ്. നമുക്ക് നോക്കിയാൽ അതിനുള്ളിലോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, അസംബ്ലി ആയിട്ട്, അതായത് കോമ്പിനേഷൻ അസംബ്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വൈപ്പറിൻ്റെ വെള്ളം സ്പ്രേ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിലോട്ട് ആക്കി കഴിഞ്ഞാൽ വെള്ളം സ്പ്രേയും താഴോട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴോട്ട് മുകളിലോട്ട് ഓഫ്, ഏറ്റവും മുകളിൽ താഴെ സ്പീഡ് ലോ, ഹൈ സ്പീഡ്, ഏറ്റവും താഴോട്ട് ഹൈ സ്പീഡ് വരുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന ആമാണ്. ഈ ആം ഒടിഞ്ഞു പോയി. അതായത് കസ്റ്റമർ പറഞ്ഞത് കുട്ടികൾ ജസ്റ്റ് ആമേൽ പിടിച്ച് വലിച്ച സമയത്ത് ഇത് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾറെഡി ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, അത് പൊട്ടിപ്പോയി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്, അത് പൊട്ടിപ്പോയി. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്, അത് പൂർണ്ണമായിട്ടും ഇത് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് കോമ്പിനേഷൻ അസംബ്ലി ആയിട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ കോമ്പിനേഷൻ അസംബ്ലി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കോമ്പിനേഷൻ സ്വിച്ച് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് സ്റ്റിയറിങ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഹോണിൻ്റെ കവർ നമുക്ക് അഴിച്ചെടുക്കണം. ഈ ഹോണിൻ്റെ കവർ അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഈ ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് വലിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്ലാമ്പ് ഉണ്ട്, അത് അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ആ ക്ലാമ്പ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഊരി വരും. അതായത് ഈ ക്ലാമ്പ് ഈ രണ്ട് ഹോളിലായിട്ടാണ് കയറി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ഈ രണ്ട് വെട്ടിനായിട്ട് അകത്തോട്ടാണ് കയറി കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ക്ലാമ്പ് ഇതിനുള്ളിൽ കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ പോരും. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ 17ൻ്റെ ബോൾട്ടാണ്. ഈ 17ൻ്റെ ബോൾട്ടല്ല, 17ൻ്റെ നട്ട് നമുക്ക് അഴിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റിയറിംഗ് പിടിച്ചിട്ട് നമുക്ക് ഈ 17ൻ്റെ നട്ട് ലൂസ് ചെയ്യാം. 17ൻ്റെ നട്ട് ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോണിൻ്റെ പ്രവർത്തനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്, ഈ പൊങ്ങിയിരിക്കുന്ന പ്ലേറ്റ് ഇതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഹോണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഹോണ്, 4 പോളിലും ഹോണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ 17ൻ്റെ നട്ട് അഴിച്ചു. ഇതാണ് ഈ സൈസ് വാഷർ വിത്ത് നട്ടായിരിക്കും ഇതിന് വരുന്നത്. ഇനി നമുക്ക് ഇത് ഊരിയെടുക്കണം. ഇത് ഊരിയെടുക്കാനായിട്ട് ഇപ്പോൾ ഊരാത്ത സ്റ്റിയറിംഗ് ആയതുകൊണ്ട് അല്ലെങ്കിലും ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. അഥവാ നമുക്ക് 2 അടി അടിച്ചിട്ട് ഊരി വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് പുള്ളർ ഉപയോഗിച്ചിട്ട് ഇവിടെ 2 നട്ടുണ്ട്, 2 നട്ടിൻ്റെ ബോൾട്ടിൻ്റെ ഹോൾ കൊടുത്തിട്ടുണ്ട്, ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പ്രത്യേക ടൂളുണ്ട്. ആ ടൂൾ വെച്ചിട്ട് സെൻറ്റർ ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 12ൻ്റെ ബോൾട്ട് ഇടുന്നു. സെൻറ്ററിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഊരി വരും. അല്ലാതെ നമുക്കിത് ഊരി വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ അടിച്ചപ്പോൾ തന്നെ ഇത് ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിയറിംഗ് സെൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതേപോലെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മളിപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചേക്കാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇടുന്ന സമയത്ത് സെൻറ്ററിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് വണ്ടി സെൻറ്ററിൽ കൊണ്ട് നിർത്തിയിട്ട് കോളം സെൻറ്ററിൽ, സ്റ്റിയറിംഗ് വീല് സെൻറ്ററിൽ കൊണ്ട് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് വീല് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ 2 കപ്പാണ് അഴിക്കേണ്ടത്. അപ്പോൾ അതിന് താഴെ സ്ക്രൂ ഉണ്ട്, അത് നമുക്ക് അഴിച്ചെടുക്കാം. കപ്പാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചാവി ഊരിയെടുക്കാം. ചാവി ഊരിയെടുത്തതിന് ശേഷം 4 സ്ക്രൂ വരുന്നുണ്ട്. ഒന്ന് ഇവിടെ വരുന്ന ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഇതിനുള്ളിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. ഈ ഭാഗത്തും ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. ചില വണ്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു 2 സ്റ്റാറിൻ്റെ സ്ക്രൂ വരും. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇവിടെ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നില്ല. അപ്പോൾ ഈ 4 സ്ക്രൂവും അഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ കപ്പ് 2ഉം വീടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ സ്ക്രൂവിന് വ്യത്യാസമുണ്ട്. ആ സ്ക്രൂവിൻ്റെ വ്യത്യാസം ഏത് ഹോളിലാണ് കിടന്നതെന്ന് കറക്റ്റായിട്ട് നോക്കുക. സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് 4 സ്ക്രൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 3 സ്ക്രൂവേ വരുന്നുള്ളൂ. ചില മോഡലിൽ 4 സ്ക്രൂ വരുന്നുണ്ട്. ഇവിടെ സ്ക്രൂ ഇല്ല. അതിന് പകരം ജസ്റ്റ് ഒരു ലോക്ക് പോലെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്ക്രൂവിന് വ്യത്യാസമുള്ളത് ഈ 2 സൈഡിലും, അതായത് മുകളിൽ വരുന്ന 2 സൈഡിലെയും സ്ക്രൂവിന് ഈ ഒരു ആംഗിളിലുള്ള സ്ക്രൂ ആയിരിക്കും വരുന്നത്. അതായത്
പിരിയൻ ടൈപ്പ് സ്ക്രൂ ആയിരിക്കും വരുന്നത്. അതായത് ഈ മുകളിൽ വരുന്ന ഭാഗം, അതായത് ഇങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഭാഗത്തെ സ്ക്രൂ ഇതായിരിക്കും വരുന്നത്. അപ്പോൾ ടോട്ടലി 4 സ്ക്രൂ നമ്മൾ പറഞ്ഞു, പക്ഷേ 3 സ്ക്രൂ മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്ന സ്ക്രൂവിനാണ് ഈ ഒരു ത്രെഡ് ടൈപ്പ് സ്ക്രൂ ആയിരിക്കും, ബോൾട്ട് ടൈപ്പ് സ്ക്രൂ ആയിരിക്കും വരുന്നത്. കാരണം അത് ഇവിടെയാണ്, നമ്മുടെ സ്റ്റിയറിങ്ങിലാണത്, ഈ ഭാഗത്തായിട്ടാണ് അത് സ്ക്രൂ ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ത്രെഡ് ടൈപ്പ് സ്ക്രൂ വരുന്നത്. അപ്പോൾ സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാതെ ശ്രദ്ധിക്കണം. കാരണം ആ പിരിയൻ ടൈപ്പ് സ്ക്രൂ വന്നാൽ ഇതിൻ്റെ ത്രെഡ് പോവും. കാരണം ഇത് ബോൾട്ട് ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തം 3 സ്ക്രൂ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഈ കപ്പാണ്. ഈ കപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ്, ചില വണ്ടികളുടെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കോളത്തിൻ്റെ 4 ബോൾട്ട് നട്ട് ലൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബോൾട്ട് ലൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ചോളം നമുക്ക് ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് മുകളിലോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരി വരും. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഇവിടെ വരുന്ന സ്ക്രൂ ആണ്. ഒരു സ്ക്രൂ ഇവിടെ വരുന്നുണ്ട്, ഈ താഴെയായിട്ട് ഒരു സ്ക്രൂ വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നേരെ മുകളിൽ ഒരു സ്ക്രൂ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ താഴെയും ഒരു സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ചില വണ്ടിയെ സംബന്ധിച്ചോളം ഇവിടെയും സ്ക്രൂ വരുന്നുണ്ട്, പക്ഷേ ഈ വണ്ടിക്ക് ഇവിടെ സ്ക്രൂ വരുന്നില്ല. അപ്പോൾ ഇതിന് 3 സ്ക്രൂ ആണ് ഉള്ളത്. അപ്പോൾ ആ 3 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം. കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ ആ 3 സ്ക്രൂ പറഞ്ഞത് ഊരിയെടുത്തിട്ടുണ്ട്. ത്രെഡ് ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത്. ഈ 1, 2, 3 ഭാഗത്തായിട്ടിരിക്കുന്നത് ഇവിടെ സ്ക്രൂ വരുന്നില്ല, അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിൽ സോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് അഴിക്കാനായിട്ട് ജസ്റ്റ് നമുക്ക് ഇതിങ്ങോട്ട് വലിച്ചിട്ട് പുറത്തോട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ പുറത്തോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഇത്രയും സോക്കറ്റാണ് അഴിച്ചെടുക്കുന്നത്. 1, 2, 3, 4 സോക്കറ്റ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസ്സിങ് ടൈപ്പ് സോക്കറ്റ് തന്നെയാണ്. ഇത് പ്രസ് ചെയ്യുക, വലിക്കുക, അതുപോലെ തന്നെ ഇത് ഈ ഭാഗത്തായിട്ട് പ്രസ് ചെയ്യുക, വലിക്കുക, അതുപോലെ തന്നെ ഇതും പ്രസ് ചെയ്യുക, വലിക്കുക. അപ്പോൾ മൊത്തം സോക്കറ്റും ഇത് ഓൾറെഡി ഇത് ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് വരുന്നത്. ഇവിടെയാണ് ഡാമേജ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ സോക്കറ്റിനും ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് നല്ല ബലത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ആയത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കാര്യം. കാരണം ഇതൊരു ചെറിയൊരു ബോളിൽ ആണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ബലത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ സ്വിച്ച് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഇത് ഒടിഞ്ഞു പോയത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഉള്ളിൽ നിന്നാണ് ഇത് ഒടിഞ്ഞ് പോയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുതിയത് നമുക്ക് എടുക്കാം. അപ്പോൾ പുതിയ കോമ്പിനേഷൻ സ്വിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പിനേഷൻ സ്വിച്ചിന് പുതിയതും പഴയതും തമ്മിൽ 2 മോഡൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹസാർഡ് വരുന്നത്, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഹസാർഡ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഹസാർഡ് സ്വിച്ച് വരുന്നത്. അപ്പോൾ അതല്ലാതെ തന്നെ പുതിയ മോഡൽ, അത് ഇച്ചിരി ലേറ്റസ്റ്റ് വണ്ടിക്ക് ഇവിടെ ഹസാർഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് ഹസാർഡ് സ്വിച്ച്, ഈ ഭാഗത്തായിട്ട് ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. നമ്മൾ സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹസാർഡ് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും ഉള്ള ഒരു സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 മോഡൽ കോമ്പിനേഷൻ സ്വിച്ചാണ് വരുന്നത്. ഒന്ന് ഇവിടെ ഹസാർഡ് വരുന്നത്, അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഹസാർഡ് വരുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഹസാർഡ് വരുന്നത്. അപ്പോൾ ആ മോഡൽ തന്നെയാണ്, വിത്തൗട്ട് ഹസാർഡാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. ഇതിൻ്റെ വില വന്നിട്ട് 1550 രൂപ വരുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെയാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് വരുന്നത്. അപ്പോൾ പഴയതുമായിട്ട് രൂപത്തിൽ വ്യത്യാസം ചെറുതായിട്ട് വരും, പക്ഷേ സംഭവങ്ങളെല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ സോക്കറ്റാണ്, എങ്ങനെയാണോ അഴിച്ചത് അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ സോക്കറ്റ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇവിടെ വരുന്നു, ഈ ഒരു പിന്ന് ഇതിൽ വരുന്നു, ഈ ഒരു പിന്ന് ഇതിൽ വരുന്നു, ഈ ഒരു പിന്ന് ഇതിൽ വരുന്നു. ജസ്റ്റ് എല്ലാം ലോക്കായിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം നമുക്ക് അതേപോലെ തന്നെ എങ്ങനെയാണോ അഴിച്ചെടുത്ത അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫിറ്റ് ചെയ്യാം. ഇതല്ല ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് സോക്കറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഊരി വരുന്നതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് സോക്കറ്റ് കൊടുത്തത്. അപ്പോൾ എല്ലാ സോക്കറ്റും കറക്റ്റായിട്ട് പ്രസ്സായിട്ട് ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മളിത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് നിർത്തുക. ഈ ഒരു ഇവിടെ ഒരു ജസ്റ്റ് ഒരു മുട്ട് പോലെ വരും, കറക്റ്റായിട്ട് ഇതിങ്ങനെ കയറ്റി ഇതിനുള്ളിലായിട്ട് ഫിറ്റ് ചെയ്യും. ഇപ്പോൾ കറക്റ്റ് സ്ക്രൂവിൻ്റെ ആ ഒരു ആംഗിളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റാണ് ഇമോബിലൈസറിൻ്റെ യൂണിറ്റ് വരുന്നത്. അതായത് നമ്മൾ ചാവി ഓണാക്കുമ്പോൾ ഒരു ലോക്കിൻ്റെ ചിഹ്നം കാണിക്കുന്നത്. ഈ ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ഈ മൊഡ്യൂളിന് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ചാവിയുടെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ചാവി ഓണാക്കുമ്പോൾ ഇമോബിലൈസറിൻ്റെ യൂണിറ്റാണ് ഈ ഒരു മൊഡ്യൂൾ വരുന്നത്. അപ്പം ചാവി ഓണാക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ചാവി ഓണാക്കുമ്പോൾ
ഈ കാണുന്ന ലൈറ്റാണ്, അതായത് ലോക്ക് ചിഹ്നം, കാറിൻ്റെ പടം കാണിച്ചിട്ട് ഒരു ലോക്ക് പോലെ ചിഹ്നം കാണിക്കുന്നതാണ് ഈ മൊബിലൈസറിൻ്റെ ചിഹ്നം വരുന്നത്. അതിൻ്റെ മൊഡ്യൂളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ആവില്ല. കാരണം ചാവിക്ക് കംപ്ലയിൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റിന് കംപ്ലയിൻറ്റോ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ചിഹ്നം ബ്ലിങ്ക് ചെയ്യും. ആ ബ്ലിങ്ക് ചെയ്യുന്ന അവസരത്തിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സ്ക്രൂവ്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന സ്ക്രൂവ്, ഈ 3 സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാവി ഓൺ ആക്കിയിട്ട് വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഹെഡ്ലൈറ്റിൻ്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ അകത്ത് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ കാര്യമായിട്ട് നോക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചാവി ഓണാക്കി നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ടു. ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഇപ്പോൾ ബ്രൈറ്റിലാണ് കിടക്കുന്നത്, ഇപ്പോൾ ഡിമ്മിൽ കിടക്കുന്നത്. അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്, ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈപ്പറാണ് ഇട്ട് നോക്കുന്നത്. വൈപ്പർ ഇട്ടുന്നതിന് മുമ്പേ, കാരണം ഇതിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് നമുക്കറിയില്ല, അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഒരു ശകലം വെള്ളം ഒഴിക്കാം. ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു. വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്, സ്ലോ സ്പീഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളവും വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇതിനകത്ത് വെള്ളമുണ്ട്. കാരണം നമ്മൾ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ ഗ്ലാസ് സ്ക്രാച്ച് ആവാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചത്. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. ഇതിപ്പോൾ ഓഫ് കണ്ടീഷനിലാണ്. അതുപോലെ തന്നെ എല്ലാ സ്പീഡും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. എല്ലാ സ്പീഡും തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവറും കാര്യങ്ങളാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇടേണ്ടത് ഇതിൻ്റെ ഈ കവറാണ്. ജസ്റ്റ് ഇതിന് ഉള്ളിലായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് കയറ്റാനായിട്ട് സാധിക്കും. ചാവി ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലെ കവറാണ് ഇടേണ്ടത്. കവർ ജസ്റ്റ് കയറ്റി വെക്കുക. ഈ ലോക്കുകളൊക്കെ, ഈ സൈഡിലെ ലോക്കുകളൊക്കെ കറക്റ്റായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിനുള്ളിലായിട്ട് 2 സൈഡും ഒരേപോലെ പ്രസ് ചെയ്ത് കയറ്റി വെക്കുക. പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ സ്ക്രൂ ഇടാനായിട്ട്. അപ്പോൾ സ്ക്രൂ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ 2 സ്ക്രൂ, ഈ പിരിയൻ സ്ക്രൂ 2 എണ്ണം വരുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കും, ഈ സൈഡിലായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രൂ വരുന്നത് ഇവിടെയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ കവറിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബോൾട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സീറ്റിങ് പക്കയാണോ എന്ന് നോക്കുക. കവറിൻ്റെ സീറ്റിങ് ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്ത് വരെയുള്ളത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇടുന്നത്. സ്റ്റിയറിംഗ് വീലിൽ ഇടുന്നതിന് മുമ്പേ നമ്മൾ ഈ ഭാഗത്തായിട്ട് ഒരു ശകലം ഗ്രീസ് തൂത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തായിട്ട് ഗ്രീസ് തൂത്തിട്ടുണ്ട്. കാരണം ഒത്തിരി അളിച്ചു വാരി ഈ ഭാഗത്ത് ഗ്രീസ് തൂക്കണ്ട. അതുപോലെ തന്നെ ഇവിടെ ഒരു മയം നോക്കുക. അതുപോലെ തന്നെ ഈ 2 മൊട്ട് വരുന്ന ഭാഗം കറക്റ്റ് സെൻട്രലായിട്ട് വെക്കുക. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇടേണ്ടത്. വീലിൻ്റെ ഈ ഭാഗത്ത് ഗ്രീസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീസ് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് ഒരു കിക്കി എന്നുള്ള ഒരു ഒച്ച കേൾക്കുന്നത്. ഇവിടെ ഗ്രീസ് ഇല്ലാതെ ഈ ഒരു മെറ്റൽ ഭാഗം, അതായത് ഈ ഹോണിൻ്റെ മെറ്റൽ ഭാഗം വന്നിട്ട് ഇവിടെ ഒരയുന്ന ഒരു സൗണ്ട്, ഈ ഭാഗം വന്നിട്ട് ഇതിൽ ഒരയുന്ന ഒരു സൗണ്ട് വരും. ഒരു കിക്കി എന്നുള്ള ഒരു സൗണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ കേൾക്കും. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തും ഗ്രീസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീസ് തേച്ച് വിടുക. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് ഈ മൊട്ട് വന്ന്, അതായത് ഈ 2 മൊട്ട് വന്ന് ലോക്കാവുന്നത് ഈ ഹോളിലായിരിക്കും ലോക്കായിട്ട് നിൽക്കുന്നത്. ഈ 2 ഹോളിലായിരിക്കും ലോക്കായിട്ട് നിൽക്കുന്നത്. അതായത് ഈ കാണുന്ന ഇവിടുത്തെ ചെറിയ മുട്ട് വന്നിട്ട് ഈ വെട്ടിലായിരിക്കും ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് വെക്കുക. നമ്മൾ ഓൾറെഡി സ്റ്റിയറിംഗ് സെൻറ്റർ വെച്ചിട്ടാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ഇനി അത് കയറ്റിയിടും. നമ്മളിപ്പോൾ കയറ്റിയിട്ടു. ഇനി നട്ട് ഇടുക. സ്റ്റിയറിംഗ് വീലിൻ്റെ നട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കവറാണ് ഇടുന്നത്. അപ്പോൾ കവർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കറക്റ്റായിട്ട്, ചുമ്മാ വെച്ച് അടിക്കരുത്. ഈ ഒരു കറക്റ്റായിട്ട് ഈ 2 ലെഗ് ഇതിനകത്തായിട്ട് കയറ്റി വിട്ടതിന് ശേഷമായിട്ട് നമ്മൾ അടിച്ച് കൊള്ളുക. കാരണം ഇവിടെയാണ് ഇത് ലോക്കാവുന്നത്. 1 2 3 4 ലോക്ക്. ഈ 4 ഹോളിലായിട്ടാണ് പോയി ലോക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഉള്ളിലായിട്ട് കയറ്റിയിടുക. അപ്പോൾ ഇത് കയറി വീണ്ടും ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കയറി വീഴും. സെൻറ്റർ ചെയ്ത് വെക്കുക. സെൻറ്റർ ചെയ്ത് വെച്ചിട്ട് അത് കറക്റ്റാണ് ആ സെൻറ്ററിൽ, ആ ഹോളിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ഹോളിലാണ് 4 ഹോളിലാണ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുക. ഇനി ഹോൺ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ, എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് മാരുതി സുസുക്കി ആൾട്ടോയുടെ കോമ്പിനേഷൻ സ്വിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.